നാദാപുരം മണ്ഡലത്തിൽ ആരെന്നോ ഏതെന്നോ അറിയാത്ത ആളുകളാണ് തനിക്കെതിരെ പോസ്റ്റർ പതിപ്പിച്ചതെന്ന് LDF സ്ഥാനാർത്ഥി P. വസന്ത മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നാദാപുരം ചുവന്ന കോട്ടയായി തുടരുമെന്നും സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പോലും അവഗണിച്ച് സർക്കാരിനെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്ന് UDF സ്ഥാനാർത്ഥി K. അഭിജിത്ത് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നാദാപുരം UDFന്റെ ഉരുക്കുകോട്ടയായി തിരിച്ചുപിടിക്കുമെന്നാണ് അഭിജിത്ത് പറയുന്നത്. നാദാപുരത്തിന്റെ കാറ്റനുസരിച്ച് ഇത്തവണ ശക്തമായ മത്സരമാണ്. മണ്ഡലം നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് വസന്തം ജനവിധി തേടുന്നത്. വോട്ടർമാരെ കണ്ട് പ്രചാരണം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വോട്ടർമാർ എന്നെ ജയിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. സ്ഥാനാർത്ഥിക്കെതിരെ എന്ന പേരിൽ ആദ്യഘട്ടത്തിൽ 1-2 സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ വന്നു എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. അതൊക്കെ വളരെ കുറച്ച് ആളുകളോ നമ്മുടെ എതിരാളികളോ ആരാണെന്നില്ലാത്ത രീതിയിൽ ആളില്ല, എവിടെ നിന്നാണ് ഉത്ഭവം എന്നറിയില്ല, ആ രീതിയിലാണ് പോസ്റ്ററുകൾ വന്നിട്ടുള്ളത്. UDF ഒരു യുവ നേതാവിനെ രംഗത്തിറക്കിയിട്ടാണല്ലോ മത്സരിപ്പിക്കുന്നത്. കടുത്ത മത്സരമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. യുവാക്കളായാലും യുവതികളായാലും പ്രായമുള്ളവരായാലും രാഷ്ട്രീയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അഭിജിത്ത്, ഇപ്പോൾ നാദാപുരത്തെ കാറ്റ് ഏത് ഭാഗത്തേക്കാണ് വീശിക്കൊണ്ടിരിക്കുന്നത്? നാദാപുരത്തെ കാറ്റ് ജനങ്ങൾ വീശുന്നത് ഇത്തവണ UDFനൊപ്പമാണ്. ആ കാറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ വലിയ തരംഗത്തോടെ UDF അധികാരത്തിലേക്ക് വരും. ആ കാറ്റിനൊത്ത് കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും വലിയ മാറ്റമുണ്ടാകും. ഏതാണ്ട് 55 വർഷക്കാലമായി ഒരേ മുന്നണി തന്നെയാണ്, ഒരേ കക്ഷി തന്നെയാണ് ഇവിടെ വിജയിച്ചു പോകുന്നത്. വിജയിച്ചു പോയവരിൽ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഇടങ്ങളിലൊന്നാണ് നാദാപുരം. ആ നാദാപുരത്ത് നിന്ന് ഞങ്ങൾ ചോദിക്കുന്നു, പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ക്ഷേമ പദ്ധതിയോ അത് പ്രഖ്യാപിക്കാനോ നടപ്പിലാക്കാനോ അവർക്ക് സാധിച്ചോ? ചൂരൽമലയിലും മുണ്ടക്കൈയിലും അപകടമുണ്ടായപ്പോൾ അതിൻ്റെ സമാനമായ അവസ്ഥയുണ്ടായ ഇടമാണ് കോഴിക്കോട് വിലങ്ങാട്, നാദാപുരത്തുള്ള വിലങ്ങാട്. അവിടെ ജീവഹാനികൾ കുറവാണെങ്കിലും വീടുൾപ്പെടെ എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് നൂറുകണക്കിന് മനുഷ്യരുടെ. ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഈ ഭരണകൂടത്തിന് സാധിച്ചില്ല. വലിയൊരു വിഭാഗം പ്രവാസികൾക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ വരാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടല്ലോ. അവർക്ക് വരാൻ കഴിയുന്നവരെന്തായാലും വരും. വരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കുമെന്നത് UDF ആലോചിക്കും. ഒരു വോട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒന്നിന് പകരം 10 വോട്ട് UDFന് കിട്ടാത്ത വോട്ടുകൾ അവർ UDFന് അനുകൂലമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. നാദാപുരത്ത് നിന്ന് രാഹുൽ KV, മാതൃഭൂമി.